ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനൈ കൊല്ലപ്പെട്ടപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, കമ്മ്യൂണിസ്റ്റ് അണികൾ, സഖാക്കൾ, സോഷ്യൽ മീഡിയ, കമ്മ്യൂണിസ്റ്റ് വിഭാഗം സംഘങ്ങളുമൊക്കെ ആ മതനേതാവിനെ വാഴ്ത്തിപ്പാടുന്നത് നമ്മൾ കണ്ടു. അമേരിക്കൻ സാമ്രാജ്യത്വ വിരുദ്ധത എന്ന ഒറ്റ ലേബലിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ ഈ മത ഏകാധിപത്യത്തെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ ഇറാനിൽ ക്രൂരമായി കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് സഖാക്കന്മാരുടെയും സ്ത്രീകളുടെയും ഓർമ്മകളെ അവഹേളിക്കുകയാണ് ഇവരൊക്കെ ചെയ്യുന്നത് 10 വോട്ടിന് വേണ്ടി. 1979 ഇറാൻ വിപ്ലവം ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചതിയുടെ കഥ കൂടിയാണ്. കൂടെ നിന്ന് പോരാടിയ കമ്മ്യൂണിസ്റ്റുകളോട് ഇസ്ലാമിസ്റ്റുകൾ കാട്ടിയ കൊടും ക്രൂരതയുടെ കഥ എന്ന രീതിയിൽ അതിന്നും നാം കാണേണ്ടതുണ്ട്. എന്നിട്ടും അതിൽ നിന്നും ഒരു പാഠവും കമ്മ്യൂണിസ്റ്റുകാർ പഠിക്കുന്നില്ല എന്നതാണ് സങ്കടകരമായ അവസ്ഥ. 70കളിൽ ഷാ പഹലവിയുടെ ഭരണകാലത്ത് ഇറാൻ സാമ്പത്തികമായി വലിയ വളർച്ച കൈവരിച്ചിരുന്നു. ഷായുടെ ഭരണം ഇറാനെ ഒരു പാശ്ചാത്യ രാജ്യത്തിന് സമാനമായി മാറ്റി. സ്ത്രീകൾ പുരുഷന്മാർക്കൊപ്പം തുല്യമായി ജോലി ചെയ്തു. എന്നാൽ ഈ വികസനത്തിനൊപ്പം തന്നെ ഷായുടെ ഭരണം അടിച്ചമർത്തലുകൾ ഉള്ളതായിരുന്നു എന്നൊരു വിഭാഗം വിശ്വസിച്ചു. സമ്പത്ത് ഒരു ചെറിയ വിഭാഗത്തിൽ മാത്രം ഒതുങ്ങുന്നു എന്ന ആക്ഷേപം ഉയർന്നു വന്നു. ഇതൊക്കെ കമ്മ്യൂണിസ്റ്റുകളെയും ഇസ്ലാമിസ്റ്റുകളെയും വിദ്യാർത്ഥികളെയും വന്ന് ഷായ്ക്കെതിരെ ഒന്നിക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങളായി. അങ്ങനെ ഷായുടെ ഏകാധിപത്യം ഇല്ലാതാക്കാൻ ഇറാനിലെ കമ്മ്യൂണിസ്റ്റുകാരും വിദ്യാർത്ഥികളും കൈകോർത്തു. ഖൊമേനി എന്ന തന്ത്രശാലിയായ മതനേതാവിന് ഒപ്പം നിന്ന് അവർ ഇസ്ലാമിക വിപ്ലവം സൃഷ്ടിക്കുകയും ഷായെ പുറത്താക്കുകയും ചെയ്തു. ഷാ വിരുദ്ധ വികാരത്താൽ മതനേതാക്കൾ, കമ്മ്യൂണിസ്റ്റുകൾ, ലിബറൽ നാഷണലിസ്റ്റുകൾ, വിദ്യാർത്ഥി സംഘടനകൾ എന്നിവർ ഒന്നിച്ചു. ടുഡേ പാർട്ടി ഓഫ് ഇറാൻ ആയിരുന്നു അന്നത്തെ പ്രധാന കമ്മ്യൂണിസ്റ്റ് പാർട്ടി. സോവിയറ്റ് യൂണിയനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഈ പാർട്ടി മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പ്രത്യയശാസ്ത്രമാണ് പിന്തുടർന്നത്. ടുഡേ പാർട്ടിയുടെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഏകോപിപ്പിച്ചിരുന്നത് യൂത്ത് ഓർഗനൈസേഷൻ ഓഫ് ദ ടുഡേ പാർട്ടി ഓഫ് ഇറാൻ ആയിരുന്നു. കൂടാതെ വിപ്ലവകാലത്ത് സജീവമായിരുന്ന മറ്റൊരു ഇടതുപക്ഷ ഗറില്ല സംഘടനയായ ഫദായിൻ ഗ്രൂപ്പുകൾക്കും ശക്തമായ വിദ്യാർത്ഥി പിന്തുണയുണ്ടായിരുന്നു. ഖൊമേനിയുടെ ആശയങ്ങൾ നടപ്പിലാക്കാനും അധികാരമുറപ്പിക്കാനും മുന്നിട്ട് നിന്ന പ്രധാന രാഷ്ട്രീയ സംഘടനയായിരുന്നു ഇസ്ലാമിക് റിപ്പബ്ലിക്കൻ പാർട്ടി. വിപ്ലവത്തെ സംരക്ഷിക്കാൻ ഖൊമേനി തന്നെ രൂപീകരിച്ച ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഇതിൽ നിർണായക പങ്കുവഹിച്ചു. കമ്മ്യൂണിസ്റ്റുകാരും ലിബറൽ ചിന്താഗതിക്കാരും കരുതിയത് ഷായെ പുറത്താക്കാൻ ഖൊമേനി ഒരു നിമിത്തമാകുമെന്നും അതിനുശേഷം തങ്ങൾക്ക് അധികാരം പങ്കിടാം എന്നുമാണ്. പാവപ്പെട്ടവർക്ക് സൗജന്യ വൈദ്യുതിയും വെള്ളവും വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഖൊമേനി വരുന്നത്. എന്നാൽ അധികാരം ഉറപ്പിച്ച ശേഷം ഖൊമേനി തന്റെ പൈശാചിക മുഖം പുറത്തെടുത്തു. വിപ്ലവം വിജയിച്ച മാസങ്ങൾക്കുള്ളിൽ തന്നെ ഖൊമേനിയുടെ വിപ്ലവ ഗാർഡുകൾ തെരുവുകൾ കൈയടക്കി. ആദ്യം അവർ വേട്ടയാടിയത് വിപ്ലവത്തിന് കൂടെ നിന്ന കമ്മ്യൂണിസ്റ്റുകാരെയും ലിബറലുകളെയുമായിരുന്നു. മതനിന്ദ ആരോപിച്ച് 10,000-കണക്കിന് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെ ജയിലിലടച്ചു. വിപ്ലവത്തിന് തോളോട് തോൾ ചേർന്ന് പോരാടിയ സഖാക്കളെ ഖൊമേനിയുടെ വിപ്ലവ കോടതികൾ വിചാരണ പോലുമില്ലാതെ വെടിവെച്ചു കൊന്നു. വിപ്ലവത്തിന്റെ ചാലകശക്തിയായിരുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ ഖൊമേനി പൂർണ്ണമായും തുടച്ചു നീക്കി. ഇറാനിലെ ജയിലുകളിൽ കൊടിയ ക്രൂരതയുണ്ടായി. തടവിലാക്കപ്പെട്ട സ്ത്രീകളെയും പുരുഷന്മാരെയും കുട്ടികളെയും സുരക്ഷാ സേന ബലാത്സംഗം ചെയ്തതായി ആംനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലാത്തികൾ, കുപ്പികൾ, ഹോസ് പൈപ്പുകൾ എന്നിവ യോനിയിൽ കുത്തിക്കയറ്റി പീഡനം നടത്തി. വനിതാ തടവുകാരുടെ മനോവീര്യം തകർക്കാനും കുറ്റസമ്മതം നടത്തിപ്പിക്കാനും റേപ്പ് ആയുധമായ ഭരണകൂടം ഉപയോഗിക്കുന്നുവെന്ന് UN ഫാക്ട് ഫൈൻഡിംഗ് മിഷൻ കണ്ടെത്തിയിട്ടുണ്ട്. 1981-82 കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് ഇടതുപക്ഷ പ്രവർത്തകരെ ദൈവത്തിന്റെ ശത്രുക്കൾ എന്നാരോപിച്ച് വെടിവെച്ചു കൊന്നു. പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ തടവിലിടുകയും TV-യിലൂടെ നിർബന്ധിത കുറ്റസമ്മതം നടത്തിക്കുകയും ചെയ്തു. 1988 വേനൽക്കാലത്ത് ഖൊമേനിയുടെ ഒരൊറ്റ ഉത്തരവ് വഴി 5000-ലധികം കമ്മ്യൂണിസ്റ്റുകാരായ രാഷ്ട്രീയ തടവുകാരെ വെറും 5 മാസത്തിനുള്ളിൽ തൂക്കിലേറ്റി. ഡെത്ത് കമ്മിറ്റി എന്ന് വിളിക്കപ്പെട്ട കൊലയാളി സംഘം ജയിലുകളിൽ കയറിയിറങ്ങി ഇസ്ലാമിക വിരുദ്ധരെ കൂട്ടക്കൊല ചെയ്തു. ഇറാനിൽ നിലവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനത്തിന് അനുമതിയില്ല. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ നിയമം അനുസരിച്ച് ഇത്തരം പാർട്ടികൾ അവർ പിന്നീട് നിരോധിച്ചു. ഒരു കാലത്ത് ഖൊമേനിയോടൊപ്പം അധികാരം പങ്കിടാനിരുന്നവർ ഇപ്പോൾ ഒളിച്ച് പ്രവർത്തിക്കേണ്ട ഗതികേടിലാണ്. 1980കളിൽ നിരോധിക്കപ്പെട്ടതിനെ തുടർന്ന് ടുഡേ പാർട്ടി ഓഫ് ഇറാൻ പ്രവർത്തകർ വിദേശത്തിരുന്ന് നിന്ന് പ്രവർത്തിക്കുന്നു. 83-ൽ രൂപീകൃതമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇറാൻ കുർദിസ്ഥാൻ മേഖലയിൽ സാന്നിധ്യമുണ്ട്. 1991-ൽ രൂപീകൃതമായ വർക്കർ എന്ന സംഘടനയും ഇറാനിൽ നിരോധിക്കപ്പെട്ടു. ഇതിലെ അംഗങ്ങളോ അനുഭാവികളോ പിടിക്കപ്പെട്ടാൽ കടുത്ത തടവ് ശിക്ഷയ്ക്കും മർദ്ദനങ്ങൾക്കും വിധേയരാകേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേതുപോലെ ചെഗുവേരയുടെ ടീഷർട്ട് ഇട്ടിറങ്ങിയാൽ പോലും ഇറാനിൽ അറസ്റ്റിലാവുന്ന അവസ്ഥയാണ്. മതപാർട്ടികളെയൊക്കെ വിശ്വസിച്ച കമ്മ്യൂണിസ്റ്റുകാർ മതേതരത്വത്തിൽ വെള്ളം ചേർത്താൽ എന്ത് സംഭവിക്കുമെന്നതിന്റെ ക്ലാസിക് ഉദാഹരണമാണ് ഇറാനിലെ ചരിത്രം. ഇവിടെ ഇരുന്ന് ഖൊമേനിയുടെ ചിത്രം വെച്ച് കരഞ്ഞു വിളിക്കുന്ന, കഫേയിട്ട് ബഹളം കൂട്ടുന്ന സഖാക്കന്മാർ ഇറാനിലെ യഥാർത്ഥ ചരിത്രമൊന്ന് ഓർത്താൽ നന്നാകും.